കലോത്സവ നഗരിയിൽ ആവേശം ഇങ്ങനെ അലതല്ലിയാണ്. പല സൈഡിൽ നിന്ന് പല പാട്ട് സംസാരിക്കണോ ഡാൻസ് കളിക്കണോ എന്നറിയാത്ത അവസ്ഥയാണ്. അതെ. എന്നാലും നമ്മൾ നേരത്തെ കണ്ണൂരിന്റെ പാട്ടിന് ചൂടൊഴിച്ചല്ലോ. തീർച്ചയായിട്ടും. പക്ഷേ റിയാസെ, ഈ കണ്ണൂര് സ്കൂൾ കലോത്സവത്തിൽ കപ്പെടുക്കുന്നത് തെലുങ്കാനയിലേക്കുള്ള രാഷ്ട്രീയത്തിന് ചില ചൂണ്ടുകളാണെങ്കിൽ കൂടി റിയാസെ ഓർമ്മിക്കേണ്ടി വരും. എന്തായാലും ഇത് കലോത്സവ നഗരി, കലോത്സവത്തിന്റെ കപ്പോരിയാണ് ഏറ്റവും അധികം പോയിന്റ് നേടിയ ജില്ലയ്ക്കുള്ള ഒന്നാം സ്ഥാനം. കണ്ണൂർ നമ്മുടെ സ്വന്തം ജില്ല, തെയ്യത്തിന്റെ ജില്ല, മുത്തപ്പന്റെ ജില്ല. എങ്ങനെയുണ്ട് ഈ കണ്ണൂർ ഈ നേട്ടം നേടിയപ്പോ? വളരെ സന്തോഷം. കഴിഞ്ഞൊല്ലം കിട്ടിയില്ല, അത് നമ്മൾ ഇക്കൊല്ലം നേടി. വളരെ ഹാപ്പിയാണ്. എങ്ങനെയുണ്ട് ഈ ഒരു ഇതിനെങ്ങനെയാണ്? ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. നമ്മുടെ സ്വന്തം കണ്ണൂർ, ഞാനും കണ്ണൂരാണ്. നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? ഇവിടെ കണ്ണൂർ എവിടെയാ? കണ്ണൂർ ഏച്ചൂർ, കുളച്ചേരി, മയ്യിൽ ഇവിടെ പറശ്ശിനിക്കടവാണല്ലേ കമ്പില്. അപ്പൊ നമ്മളൊക്കെ ഒരു നാട്ടുകാരെ, നമുക്ക് കണ്ണൂരിന് വേണ്ടിട്ട് ഒരു ആർപ്പ് വിളിച്ചാലോ? ഇനിയിപ്പോ സ്വർണ്ണക്കപ്പ് വൈകാതെ വരും അല്ലേ? സ്വർണ്ണക്കപ്പായിട്ട് നമുക്കൊന്നുകൂടി വരണേ. തീർച്ചയായിട്ടും സന്തോഷമായോ? നമുക്ക് കണ്ണൂരേക്ക് വണ്ടി കയറുമ്പോ ഇതും കൊണ്ട് നമുക്ക് പോകണല്ലേ? എന്തായാലും നമുക്ക് കാണാൻ പറ്റും. സ്വർണ്ണക്കപ്പായിട്ട് വീണ്ടും കാണാം. അപ്പൊ കണ്ണൂര്, അതെ കണ്ണൂർ എവിടുന്ന വരുന്നത്? അങ്ങനെ കണ്ണൂരാണ് അങ്ങേയറ്റം ആവേശകരമായ ഒരു നിമിഷമാണ് ഇത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു ആവേശമാണ് നമ്മൾ കണ്ടത് അല്ലേ? അങ്ങനെ ഏതെന്നറിയോ, ഈ ആവേശങ്ങളാണ് ഉയർത്തി ഗ്രാമാന്തരങ്ങളിൽ ഇനിയും വെടിക്കെട്ട് ഉയർത്തി ആഴ്ചകളോളം മാസങ്ങളോളം ഈ കണ്ണൂരിന്റെ ഗ്രാമങ്ങളിൽ ഈ കപ്പിന്റെ ആവേശം അതൊരു കണ്ണൂരുകാരെ സംബന്ധിച്ച് വലിയ ആവേശമാണ്. പ്രത്യേകിച്ച് കണ്ണൂര് മാത്രമല്ല, ഇത്തവണ ഞങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത് അല്ലേ? ജോസഫ് ഇങ്ങോട്ട് വാ, കാര്യം പറ. കണ്ണൂരിന്റെ ഒരു ആവേശം ഒന്ന് പറ. കണ്ണൂരിന്റെ ആവേശം എന്താണെന്നോ കുറച്ച് കഴിയുമ്പോൾ പിള്ളേര് തെളിയിക്കും. കാരണം ആവേശം അണപൊട്ടി ഒഴുകുകയാണ്. കണ്ണൂരിൽ കപ്പടിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. റിയാസിക്കും എനിക്കും മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സന്തോഷമുണ്ട്. ഇതിനേക്കാളും കൂടുതൽ സന്തോഷം ആർക്കാന്നറിയോ? സനോജ് പയ്യന്നൂരിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം.